ഇന്നിപ്പോൾ ദേശീയ നേതാക്കളൊക്കെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി ഇന്നലെ വന്ന് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗമൊക്കെ കൊഴുപ്പിച്ചിട്ടാണ് മടങ്ങിയതെങ്കിൽ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഊഴമാണ്. അദ്ദേഹം പത്തനംതിട്ടയിലടക്കം എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി കടന്നാക്രമിക്കുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അതിന് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളൊക്കെ മറുപടി പറഞ്ഞതുമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണമൊക്കെ ഇന്ന് എത്തരത്തിലായിരിക്കും എന്നറിയേണ്ടതുണ്ട്. പത്തനംതിട്ടയിലും കോട്ടയത്തുമായി അദ്ദേഹത്തിന്റെ പരിപാടികളൊക്കെ ഇന്ന് നടക്കുന്നുണ്ട്. വിഷ്ണു VS പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകും. വിഷ്ണു, ഇന്നിപ്പോൾ എപ്പോഴാണ് രാഹുൽ ഗാന്ധി പത്തനംതിട്ടയിലേക്ക് എത്തിച്ചേരുക? ആദ്യ പരിപാടി പത്തനംതിട്ടയിലാണ്. എന്തൊക്കെ പരിപാടികളാണ് അവിടെയുള്ളത്? കേരളം ബൂത്തിലേക്ക് പോവാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ പ്രചാരണ പരിപാടികൾ ശക്തമാക്കി മുന്നണികൾ മുൻപോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇന്നലെ പ്രധാനമന്ത്രി കേരളത്തിലെത്തി ഇരു മുന്നണികൾക്കും നേരെ ആഞ്ഞടിച്ച് പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഇന്ന് രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുകയാണ്. അദ്ദേഹത്തിന്റെ ആദ്യ കേരള പ്രചാരണ പരിപാടി ഇന്ന് പത്തനംതിട്ടയിൽ ആരംഭിക്കുന്നു. പത്തനംതിട്ട അടൂരിലാണ് ആദ്യം അദ്ദേഹത്തിന്റെ പരിപാടിയുള്ളത്. അവിടെ UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാറിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. അവിടെ നടക്കുന്ന സമ്മേളനത്തിൽ അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. പിന്നീട് 1 മണിയോടുകൂടി അദ്ദേഹം പത്തനംതിട്ട പഴയ ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന സമ്മേളനത്തിലും പങ്കെടുക്കും. ഈ പറയുന്ന ആറന്മുള, കോന്നി, റാന്നി, തിരുവല്ല 4 നിയോജക മണ്ഡലത്തിലെ ഒരുമിച്ചായിരിക്കും പത്തനംതിട്ട പഴയ ബസ് സ്റ്റാൻഡിൽ വെച്ച് സമ്മേളനം നടക്കുക. റോഡ് ഷോയ്ക്ക് വേണ്ടി അനുമതി നേടിയെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ഈ പറയുന്ന സെക്യൂരിറ്റി പ്രശ്നങ്ങൾ കാരണം റോഡ് ഷോ വേണ്ട എന്ന് വെക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം 2 സമ്മേളനങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികൾ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ആദ്യം ആവിഷ്കരിച്ചതെങ്കിലും സോണിയാഗാന്ധിക്കുണ്ടായിരുന്ന അസുഖബാധിതരെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. പിന്നീട് എളുപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് ഡേറ്റ് കിട്ടുകയായിരുന്നു. ഇന്ന് രാവിലെ ഉച്ചയോടെ 12:15 അദ്ദേഹം അടൂരിൽ എത്തുന്നത്. അവിടെ CV ശാന്തകുമാറിന്റെ പ്രചരണ പരിപാടിയിൽ ആവേശോജ്വലമായി തന്നെ അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് രാഹുൽ ഗാന്ധിയെ വരവേൽക്കുവാൻ വേണ്ടി പത്തനംതിട്ടയെ സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ലയിൽ ഒരു ത്രികോണ പോരാട്ടമാണ് 5 നിയോജക മണ്ഡലങ്ങളിൽ നടക്കുന്നത്. 5 നിയോജക മണ്ഡലങ്ങളിൽ ഇപ്പോൾ LDF ആണ് ഭരിക്കുന്നത്. 5 നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കാൻ ആവേശമായി തന്നെ കോൺഗ്രസ് സജീവമായി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ വരവ്. ഈ രാഹുൽ ഗാന്ധിയുടെ വരവ് ശക്തമായി തന്നെ കോൺഗ്രസിന് കൂടുതൽ ആവേശം പകരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. രാഹുൽ ഗാന്ധിയുടെ വരവ് മുന്നിട്ട് കണ്ടുകൊണ്ട് ഇന്ന് രാവിലെ 10:30 മുതൽ പത്തനംതിട്ട നഗരത്തിലും അതുപോലെ അടൂരും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ മുതൽ കടുത്ത പോലീസ് പ്രൊട്ടക്ഷനിലാണ് ജില്ലയുള്ളത്. അടൂര് പന്തളം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഒക്കെ മാറ്റി വിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കടുത്ത സുരക്ഷയോടുകൂടി തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ വരവിനായി പത്തനംതിട്ട ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല വലിയ ആവേശത്തിൽ തന്നെയാണ് UDF ക്യാമ്പ്. 5 നിയോജക മണ്ഡലം ഇപ്പോൾ LDF പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ 5 നിയോജക മണ്ഡലവും തിരിച്ചു പിടിക്കണമെന്ന ആവേശത്തിൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ പ്രഷറാണ് ജില്ല 5 നിയോജക മണ്ഡലത്തിലും ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആദ്യം തന്നെ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ പ്രചരണ പരിപാടി ആദ്യം തന്നെ പത്തനംതിട്ടയിൽ നിന്ന് ആരംഭിക്കുന്നത്. CV ശാന്തകുമാറിന്റെ പ്രചരണ പരിപാടിയിൽ അദ്ദേഹം എത്തി സംസാരിക്കും. അവിടെ കഴിഞ്ഞ ദിവസം വൃന്ദ കാരാട്ട് അടക്കമുള്ള CPM ഇടതുപക്ഷ നേതാക്കൾ ജില്ലയിൽ എത്തിയിരുന്നു. MABB അടക്കമുള്ള ദേശീയ നേതാക്കൾ, CPM-ന്റെ നേതാക്കൾ എല്ലാം ജില്ലയിൽ എത്തിയിരുന്നു. അടുത്ത ദിവസങ്ങളിൽ BJP-യുടെ നേതാക്കൾ പല സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ, അതുപോലെ MLA-മാർ, ഗവർണർമാർ അടക്കം ജില്ലയിൽ എത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാവ് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ വിവിധ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ഒപ്പം തന്നെ ഇപ്പോൾ പലതരത്തിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ വലിയ വാർത്താ പ്രാധാന്യം അർഹിക്കുന്നത് കൂടിയാണ്. വിശദാംശങ്ങളാണ് VS വിഷ്ണു പത്തനംതിട്ടയിൽ നിന്ന് നൽകിയത്.